ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2025 ആദ്യത്തെ വീഡിയോ ആണ്. 2025 ജാനുവരി 1 ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഗോളുകളാണ്. ഞാൻ ഈ വർഷത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഗോളുകളുണ്ട്. ആ ഗോളുകളെ കുറിച്ചാണ്. അപ്പോൾ ന്യൂ ഇയർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ഇയർ ഒന്നും ആവേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടെ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെച്ച കാര്യങ്ങൾ ഇന്നത്തോടെ ഞാനത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ന് മുതൽ ഞാനത് ചെയ്ത് തുടങ്ങും എന്നുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വണ്ണാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ മോണിറ്റൈസേഷനോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഏകദേശം 1.5 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യും. ഒരു 3 മാസം കൊണ്ട് ഞാൻ ഈ മോണിറ്റൈസേഷൻ ഉറപ്പായിട്ടും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഗോൾ. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ ആഴ്ചയിലും 2-3 വീഡിയോസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അതും ലോങ് വീഡിയോസ് ആയിരിക്കും. ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ അതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കുറേ കാലം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. ഇതുവരെ മോട്ടിവേഷനോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഒന്നാമത് എൻ്റെ പ്രശ്നം തന്നെയാണ്, ഇതിൻ്റെ വീഡിയോസിനൊന്നും കാര്യങ്ങൾക്കൊന്നും കൺസിസ്റ്റൻസി ഇല്ല. ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തോന്നിയ സമയത്താണ് അപ്ലോഡ് ചെയ്യുന്നത്, തോന്നിയ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. നല്ല നല്ല കണ്ടന്റ്സ് ഉണ്ടായിട്ടും കൂടെ ചില വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ആളുകളൊക്കെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പല സമയങ്ങളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇനി മുതൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അതൊന്ന് ഫോക്കസ് ചെയ്ത് അതെന്തായാലും ഞാൻ മോട്ടിവേഷൻ ചെയ്ത് അതിൽ നിന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങും. എൻ്റെ ഫസ്റ്റ് ഗോൾ അതാണ്. രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സെക്കൻഡറി ഇൻകം സോഴ്സ് ആണ്. എനിക്കിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് യൂസ്ഡ് കാർസിൻ്റെ സെയിൽസ് ആൻഡ് ബൈയിങ് ആൻഡ് സെയിലിംഗ് ആണ്. അപ്പം ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കില്ലാണ്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ട്രേഡിങ് പഠിക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ട്രേഡിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ട്രേഡിങ്ങും ചെയ്ത് പഠിക്കണം. അതാണ് എൻ്റെ രണ്ടാമത്തെ ഗോള്. സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എല്ലാവർക്കും നിർബന്ധമാണ്. നമ്മൾ ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ വല്ലാണ്ടൊന്ന് ബുദ്ധിമുട്ടി പോകും. ഞാൻ നല്ലോണം അനുഭവിച്ചു. ഈ മാസം ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സെക്കൻഡറി ഇൻകം കൂടെ കണ്ടെത്താമെന്നാണ് എൻ്റെ രണ്ടാമത്തെ ചോയ്സ് എന്ന് വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര മോശമാണ് എൻ്റെത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ചില വാക്കുകളൊക്കെ കട്ടായി പോകുന്നുണ്ട്. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരാളായിട്ട് സംസാരിക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ചില വാക്കുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ടായി പോകും. അതൊന്നും ക്ലിയർ ആവില്ല. ചിലർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, ചിലർക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളും ഞാൻ ഈ വർഷം കൊണ്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യും. ഞാൻ എൻ്റെ കുടുംബത്തിലും ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും അങ്ങനെ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്നല്ലാണ്ട് പുറമെ വല്ലാണ്ട് ആളുകളോടായിട്ട് അങ്ങനെ ഇൻട്രാക്റ്റ് ആയിട്ട് സംസാരിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പുറമേ കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ടിൻ്റെ അങ്ങേ അറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുകയുള്ളൂ. അല്ലാത്തവരോടൊക്കെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാറാണ് പതിവ്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മാക്സിമം എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അതാണ് എൻ്റെ മൂന്നാമത്തെ ഗോൾ എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ 2-3 ഗോളുകളാണ് ഇപ്പോൾ നിലവിൽ എനിക്കുള്ളത്. ഈ 2-3 പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം സെറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഡള്ളായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. റീൽസോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. വളരെ ലേറ്റായിട്ട് ആഴ്ചയിൽ 1 വീഡിയോ 2 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. എനിക്ക് ഡെയിലി ചെയ്യാൻ ഇവിടെ വണ്ടികളുണ്ട്. ഷോപ്പിൽ ഡെയിലി വണ്ടികൾ വരുന്നുണ്ട്. ആ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല. അപ്പം അതിലോട്ടും കൂടെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും കൂടെ ആക്റ്റീവായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ കുറച്ചും കൂടെ കണ്ടന്റ് ക്രിയേറ്റിംഗ് വീഡിയോസും കൂടെ ഉൾപ്പെടുത്തണമെന്നുണ്ട്. അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യണത് എൻ്റെ ഷോപ്പിലെ വണ്ടികൾ സെയിൽ ചെയ്യുക എന്നുള്ള വീഡിയോസ് മാത്രമാണ്. അതൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ വെറൈറ്റി കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവരാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് എനിക്ക് മാറ്റാനുള്ളൊരു കാര്യമാണ് എൻ്റെ മടി. ഞാൻ ഭയങ്കര മടിയാനാണ്. രാവിലെ എണീക്കാൻ മടിയാണ്, രാവിലെ ജിമ്മിൽ പോകാൻ മടിയാണ്, വീഡിയോസ് എടുക്കാൻ മടിയാണ്, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മടിയാണ്. ഈ മടികളൊക്കെ ഞാൻ ഈ വർഷം കൊണ്ട് എന്തായാലും മാറ്റിയെടുക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് മാറ്റി തുടങ്ങാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ രാവിലെ എണീക്കണം, നേരത്തെ എണീക്കണം, ജിമ്മിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രി കിടന്നുറങ്ങും. രാവിലെ എണീക്കുമ്പോൾ ഒരു 8 മണി 9 മണിയാവും. അപ്പോൾ തന്നെ ഷോപ്പിൽ വരാനാവും.
അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മാറ്റിയിരുത്തിയിട്ട് രാവിലെ 7 മണിക്ക് എണീറ്റ് ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയിട്ട് അതിനനുസരിച്ച് ബാക്കി എനിക്ക് എൻ്റെ ഇങ്ങനത്തെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഗോളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലാനിങ്ങിലാണ്, വെൽ പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒക്കെ സെറ്റാവും. ഈ 2025 കഴിയുന്നതോടുകൂടെ എല്ലാം സെറ്റാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ഇൻസ്റ്റാഗ്രാം അഡിക്റ്റഡാണ്. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ, റീൽസ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വൺ ഡേ ഒരു ബാറ്ററീൻ്റെ ഇത് നമ്മൾ പെർസെൻറ്റേജ് എടുത്ത് നോക്കുമല്ലോ, അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം 6 to 7 hours ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടുണ്ടാവും, റീൽസ് സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി മുതൽ എനിക്ക് ആവശ്യത്തിന് മാത്രം ഞാൻ ഇൻസ്റ്റാഗ്രാമോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ വല്ലാണ്ട് റീൽസോ വെറുതെ ഓരോ റീൽസോ കാര്യങ്ങളൊന്നും കണ്ട് എൻ്റെ ടൈം വെറുതെ കളയില്ല. അതൊക്കെ എൻ്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. അതായത് എൻ്റെ വീഡിയോ ക്രിയേഷന് അല്ലെങ്കിൽ എൻ്റെ ബാക്കി സ്റ്റഡീസ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ ആ ടൈമുകളൊക്കെ യൂസ് ചെയ്യും. ഞാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടും കൂടെ പറയാനുള്ളതാണ്, ഇൻസ്റ്റാഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്ത് കുത്തുന്ന ഒന്നും കിട്ടില്ല. വെറുതെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവേ ഉള്ളൂ. ലൈഫിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ നമ്മളതായിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പം ഇതുവരെ എൻ്റെ ചാനലോ കാര്യങ്ങളോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലോ കാര്യങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഒരുപാട് നല്ല നല്ല കണ്ടൻസുകൾ ഈ ചാനലിൽ വരും. ഞാൻ മാക്സിമം വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.